ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ധ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെർബൽ ഹെയർ ഓയിൽസിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പച്ചിലകൾ ചേർത്തുണ്ടാക്കാൻ പറ്റുന്ന ഹെയർ ഓയിൽസിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ആദ്യം തന്നെയായിട്ട് ഇത് മൂന്നായിട്ട് തരംതിരിക്കാം. ഇത് വാതശമനം, പിത്തശമനം, കഫശമനം എന്ന് പറഞ്ഞ് മൂന്ന് രീതിയിൽ ഇതിനെ തരംതിരിക്കാം. അതിൽ വാതശമനമായിട്ടുള്ള ഹെയർ ഓയിൽസിനെ കുറിച്ച് ആദ്യം പറയാം. ഇത് സാധാരണയായിട്ട് നമ്മൾ വാതം പ്രകൃതിയുള്ളവർക്ക്, അതായത് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും അതുപോലെ തന്നെ വരണ്ട കാലാവസ്ഥയൊക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിൽ നമുക്ക് ചേരുവകളായിട്ട് ചേർക്കേണ്ടതെന്ന് പറയുന്നത് കുറച്ച് അൻഗസ് നേച്ചറുള്ള, അൻഗസ് എന്ന് ഉദ്ദേശിക്കുന്ന ഓയിലി നേച്ചറുള്ള, അതായത് കുറച്ച് എണ്ണ മഴക്കമുള്ള ഡ്രഗ്സ് ചേർത്തായിരിക്കും അത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഔഷധങ്ങൾ ചേർത്താണ് ഇത് വാതശമനമായിട്ടുള്ള നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ നമുക്ക് വാതത്തെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ ഡ്രൈ നേച്ചർ മാറ്റാനും ഓയിലി ആയിട്ട് നമ്മുടെ സ്കാൽപ്പിനെ കീപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ വാതശമനമായിട്ടുള്ള ഹെയർ ഓയിൽ. ഇനി നമുക്ക് പിത്തശമനമായിട്ടുള്ള ഒരു ഹെയർ ഓയിലിനെ കുറിച്ച് നോക്കാം. പിത്തശമനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോട്ട് ക്ലൈമറ്റിൽ, അതായത് നല്ല ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഉപയോഗിക്കപ്രദമായതും അതുപോലെ തന്നെ ഒരുപാട് സ്വെറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ഇത് നല്ല, അതായത് ഒരുപാട് വിയർക്കുന്ന ആൾക്കാരിലും ഒരുപാട് ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന, ശരീരത്ത് കൂടി നിൽക്കുന്ന അവസ്ഥയിലുള്ള ആൾക്കാർക്കെല്ലാം ഇതുപോലെയുള്ള പിത്തശമനമായിട്ടുള്ള നമ്മുടെ ഹെയർ ഓയിൽസ് ഉപയോഗപ്രദമായിരിക്കും. അതിൽ പിത്തശമനമായിട്ടുള്ള ചേരുവകളായിരിക്കും നമ്മൾ ചേർക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും കറ്റാർ വാഴ അതുപോലെ തന്നെ കയ്യോന്നി ചേർന്ന ഡ്രഗ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇതുപോലത്തെ പച്ചിലകളൊക്കെ ചേർത്ത് ചേരുവകളായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഈ പിത്തശമനമായിട്ടുള്ള ഹെയർ ഓയിൽസിൽ ഉപയോഗിക്കുന്നത്. അത് ആ ഹോട്ട് ക്ലൈമറ്റ്, അതായത് ആ ഒരു ചൂട് ഉള്ള ആ ക്ലൈമറ്റിന് നമുക്ക് നല്ല ഫലം തരുന്നതും അതുപോലെ തന്നെ ആ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ പിത്തശമനമായിട്ടുള്ള ഹെർബൽ ഹെയർ ഓയിൽസ്. ഇതിൽ നമുക്ക് പച്ചിലകൾ ചേർത്താണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാനും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നല്ലതായിട്ട് നോർമൽ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും അധികം ഒരു തണുവ് തരുന്നതും ഉറക്കമൊക്കെ ശരിയാവുന്നതും ഒക്കെയാണ് പിത്തശമനമായിട്ടുള്ള ഹെർബൽ ഹെയർ ഓയിൽസ്. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് കഫശമനമായിട്ടുള്ള ഹെർബൽ ഹെയർ ഓയിൽസിനെ കുറിച്ചാണ് അടുത്ത ഇത്. കഫശമനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തണുത്ത കാലാവസ്ഥയിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഹെയർ ഓയിൽസിനെയാണ് കഫശമനം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ സാധാരണയായിട്ട് ഉഷ്ണവീര്യം, അതായത് ചൂട് വീര്യമുള്ള ഹെർബ്സ് അല്ലെങ്കിൽ ഔഷധങ്ങളായിരിക്കും നമ്മൾ ഈ ഹെയർ ഓയിൽസ് ചേർക്കുന്ന. പ്രധാനമായിട്ടും പൊടികളും അതുപോലെ തന്നെ ഉഷ്ണവീര്യമുള്ള കറിവേപ്പിലയൊക്കെ ആയിരിക്കും ഇതുപോലുള്ള ഹെർബൽ ഓയിൽസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ ചേരുവകളാണ് ഈ ഓയിൽസിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വാതശമനമായിട്ടുള്ള ഹെയർ ഓയിലിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ചേരുവകൾ ചേർക്കണമെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടത് ചെമ്പരത്തി, അതുപോലെ തന്നെ തെറ്റിപ്പൂവ്. ഇതെല്ലാം നല്ല അൺഗസ് നേച്ചർ, അതെല്ലാം എണ്ണമയം ഓയിലി നേച്ചറുള്ള ഹെർബ്സ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഡ്രൈ സ്കാൽപ്പിനൊക്കെ നല്ലതാണ്. ഡ്രൈ സ്കാൽപ്പിന് നമുക്ക് ഒരു എണ്ണമയക്കമൊക്കെ കിട്ടാൻ വേണ്ടി, സ്കാൽപ്പിനൊക്കെ എണ്ണമയക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഈ നമുക്ക് വരണ്ട കാലാവസ്ഥയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് ഈ ചെമ്പരത്തി അതുപോലെ തന്നെ തെറ്റിപ്പൂവൊക്കെ ചേർത്തുണ്ടാക്കുന്ന നമ്മുടെ ഹെയർ ഓയിൽ. അതുപോലെ തന്നെ അതിൽ നമുക്ക് കരിഞ്ജീരകത്തിൻ്റെ പൊടിയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് എണ്ണ തിളപ്പിക്കുമ്പോൾ. ഇത് വളരെ എഫക്റ്റീവാണ്. ഇതുപോലെ വരണ്ട കാലാവസ്ഥയിലും അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കും ഇത് വളരെ എഫക്റ്റീവാണ്. ഇനി നമുക്ക് ചൂട് കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പിത്തശമനമായിട്ടുള്ള ഹെയർ ഓയിലിനെ കുറിച്ച് നോക്കാം. ഇതിൽ നമുക്ക് പച്ചിലകളായിട്ടുള്ള നീലയമരി, അതുപോലെ തന്നെ അലോവേറ, കറ്റാർ വാഴ, അതുപോലെ തന്നെ കയ്യോന്നി, ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ആ എണ്ണ തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെയൊക്കെ നീരെടുത്ത് ഒഴിച്ച് ചേർത്തതിന് ശേഷം അത് നല്ലതായിട്ട് തിളപ്പിച്ച് അതിനകത്ത് നമുക്ക് ഇരട്ടി മധുരത്തിൻ്റെ പൊടി ചേർക്കാവുന്നതാണ്.
അത് ഒരു ചെറിയ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഒരു പേസ്റ്റ് ആക്കിയതിന് ശേഷം ഈ എണ്ണയിലിട്ടു തിളപ്പിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഓയിൽ നമുക്ക് ചൂട് കാലാവസ്ഥയിൽ വളരെ ഫലപ്രദമാണ്. ഇത് നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ ചൂട് മാറുന്നതിനും അതുപോലെ തന്നെ പിത്തപ്രകൃതിയുള്ള ആൾക്കാർക്ക്, അതായത് ബോഡിയിൽ ടെമ്പറേച്ചർ കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതുപോലത്തുള്ള ഹെയർ ഓയിൽസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. രാത്രിയിൽ ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് ഒരു നല്ല തണുത്ത ക്ലൈമറ്റിലൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഈ പച്ചിലകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഈ ഹെർബൽ ഓയിൽ. അത് കണക്ക് നമുക്കിനി തണുത്ത ക്ലൈമറ്റിൽ എന്തൊക്കെ ഹെയർ ഓയിൽസ് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം എന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. അതിൽ നമുക്ക് ആമലകി പൗഡർ, അതായത് നെല്ലിക്കാപ്പൊടി, അതുപോലെ തന്നെ ഉലുവാപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് മറ്റ് കറി ലീവ്സ്, അതായത് നമ്മുടെ അതുപോലെ തന്നെ കറിവേപ്പില, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെയർ ഓയിലാണ് നമുക്ക് ഈ തണുത്ത ക്ലൈമറ്റിൽ പറ്റിയ ഹെയർ ഓയിൽ. ഇത് നമുക്ക് ഒരു ഉഷ്ണത്വം തരികയും അതുപോലെ തന്നെ നല്ല ബോഡി തണുത്തിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് രാത്രിയിലൊക്കെ ഉപയോഗിക്കുന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഓയിലാണ് ഇത്. പൊടികളാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത്. മാത്രമല്ല ഇതിൽ കറിവേപ്പിലയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഉഷ്ണവീര്യമായതുകൊണ്ട് തന്നെ ഇതൊരു ചൂടും നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ പ്രകൃതിയിലും, അതായത് ഓരോ വാതപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി, ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള നമുക്ക് ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ജലദോഷം, അതുപോലെ തന്നെ എണ്ണ അധികമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജലദോഷം, നീരിറക്കം, പനി, ഇതെല്ലാം മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. താങ്ക് യു.